ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ആ പരമമായ സത്തയിൽ നിന്നും സംജാതമായവരാണ്. സത്തയുടെ സ്വഭാവം എന്താണ്? ആനന്ദവും അറിവും അഭയവുമാണ്. അതുമായി ചേരുമ്പോൾ അതായിരിക്കും നമുക്ക് അനുഭവമാവുക. അതിനാൽ ഒരു കവി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാമോ? ആനന്ദം ആ ബ്രഹ്മം ചിന്തിക്കുമ്പോൾ ആനന്ദ കുട്ടികൾ നമ്മളെല്ലാം, ഞാനെന്നും നീയെന്നും ഭേദത്തെ വിട്ടതു ധ്യാനിക്കിലാനന്ദം എന്നുമെന്നും. എത്ര വലിയ ഒരു സത്യമാണ് ഈ 4 ചെറിയ വരികളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആനന്ദം ആ ബ്രഹ്മം ചിന്തിക്കുമ്പോൾ, ആ ബ്രഹ്മം എന്ന് പറയുന്നത് ആനന്ദസ്വരൂപമാണ്. അറിവും ആനന്ദവും അഭയവുമാണ് അതിൻ്റെ സ്വഭാവം. ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയാണ്. കാരണം നമ്മളെല്ലാം ആനന്ദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആനന്ദം ആ ബ്രഹ്മം ചിന്തിക്കുമ്പോൾ ആനന്ദത്തിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ ആനന്ദക്കുട്ടികൾ നമ്മളെല്ലാം. ഈ ആനന്ദം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഞാനെന്നും നീ എന്നും ഭേദത്തെ വിട്ടത്, ഞാൻ നീ എന്ന ഭേദം വിട്ടാൽ അതും ഈശ്വരമയം, ഇതും ഈശ്വരമയം. സർവജഗത്തും ഈശ്വരമയമായിട്ട് അനുഭവപ്പെടും. ഞാൻ വേറെ, എന്നിൽ നിന്നും വേറെയാണ് മറ്റുള്ളവർ എന്ന് ധരിക്കുന്നത് അജ്ഞാനവും. എന്നാൽ ഞാൻ എന്നും നീ എന്നുമുള്ള ഭേദം പോയി എല്ലാം ആ പരമാത്മ ചൈതന്യമാണെന്ന് ബോധിക്കുമ്പോൾ ജ്ഞാനമായി. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള പരിവർത്തനമാണ് ധ്യാനത്തിലൂടെ നമുക്ക് സംജാതമാകുന്നത്. അതിനാൽ നമ്മൾ ഈ ഭേദം വിടാൻ പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഏത് ഭേദം? ഞാനെന്നും നീയെന്നുമുള്ള ഭേദം. ആ ഭേദം വിട്ട് ഏകമായി നമ്മൾ ചിന്തിക്കണം. അവിടെ ജാതിയില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, കുട്ടിയെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ല, ഉയർച്ച താഴ്ചകളില്ല, സമ്പന്നനെന്നും ദരിദ്രനെന്നുമില്ല, സുന്ദരനെന്നും വിരൂപനെന്നുമില്ല. ആ സർവേശ്വരൻ ആണ് ഏറ്റവും വലിയ സുന്ദരൻ എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതാണ് കംസന്റെ രാജധാനിയിലേക്ക് അതിഥിയായി എത്തിയ ശ്രീകൃഷ്ണൻ നഗരം കാണാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ കംസന് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുന്ന കുബ്ജ എന്ന സ്ത്രീ വരുന്നത് കണ്ടു. അവളുടെ ആ സുഗന്ധദ്രവ്യത്തിൻ്റെ വാസന അവളിലേക്ക് ആകൃഷ്ടമാക്കി. അടുത്തെത്തി ഭഗവാൻ ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? നീ എങ്ങോട്ടാണ് പോകുന്നത്? നിന്റെ കയ്യിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെനിക്ക് കുറച്ച് തരൂ എന്നവളോട് പറഞ്ഞു. സുന്ദരി എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് ദേഷ്യമാണ് തോന്നിയത്. കൂലിയും വിരൂപയുമായിരിക്കുന്ന എന്നെ സുന്ദരി എന്ന് വിളിച്ച് കളിയാക്കുകയല്ലേ ചെയ്തത് എന്നാണ് തോന്നിയത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ പുറമേ കാണുന്ന സൗന്ദര്യത്തിന് ആധാരമായിരിക്കുന്ന ഏറ്റവും സുന്ദരം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. ഞാൻ ആ ആത്മാവിനെയാണ് ദർശിക്കുന്നത്, ശരീരത്തെ അല്ല. ശരീരത്തെ കാണുമ്പോഴാണ് ഈ വ്യത്യാസങ്ങളെല്ലാം, ഭേദങ്ങൾ ഉണ്ടാവുന്നത്. ആത്മാവിനെ കാണുമ്പോൾ അത് ഏറ്റവും സുന്ദരമാണ്. അതിൻ്റെ സൗന്ദര്യമാണ് ഈ ശരീരത്തിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് ആത്മാവിനെ ദർശിക്കുന്ന ഒരാൾക്ക് എല്ലാം സുന്ദരമായിരിക്കും. അതാണ് അവളെ, ആ വിരൂപ എന്ന് പറയുന്ന അവളെ പോലും സുന്ദരി എന്ന് സംബോധന ചെയ്തത്. സൗന്ദര്യത്തെ, ആത്മദർശനം നടക്കുന്ന ഒരാൾക്ക്
ആത്മദർശനം സാധിച്ച ഒരാൾക്ക് എല്ലാം ഈ പ്രപഞ്ചം സുന്ദരമാണ്. വൈരൂപ്യത്തിലും സൗന്ദര്യത്തെ കാണുന്ന കാഴ്ചയാണ് യഥാർത്ഥമായ കാഴ്ച. ആ കാഴ്ചയാണ് നാം കാണേണ്ടത്. ആനന്ദം ആ ബ്രഹ്മം ചിന്തിക്കുമ്പോൾ ആനന്ദ കുട്ടികൾ നമ്മളെല്ലാം. ഞാനെന്നും നീയെന്നും ഭേദത്തെ വിട്ടതു ധ്യാനിക്കിലാനന്ദം എന്നുമെന്നും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.